ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറിയ രഞ്ജിതയ്ക്കിട്ട് നല്ലതൊരെണ്ണം നമ്മുടെ സുമിത്ര വെച്ചങ്ങ് കൊടുത്തു. ആ കരണക്കുറ്റി പുകച്ചപ്പോഴേക്കും രഞ്ജിതയ്ക്ക് സമാധാനായി. എന്നെ കൈവച്ചവളുടെ കൈ ഞാൻ വെട്ടും എന്നും പറഞ്ഞ് ഡയലോഗ് ഇറക്കിയപ്പോൾ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോന്നാ പോരെ, ഇനിയും മേടിക്കണം എന്ന് ഭർത്താവിൻ്റെ വക ഒരു ചോദ്യം കൂടി ഭാര്യയോട്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിത ആകെ അങ്ങ് ചമ്മിയെന്ന് പറഞ്ഞാൽ ശരിക്കും ചമ്മി. അങ്ങനെ ചമ്മി വിളറി നിൽക്കുന്ന നമ്മുടെ രഞ്ജിതയ്ക്കാണെന്നുണ്ടെങ്കിൽ സുമിത്രയെ കൊല്ലാനുള്ള കലിപ്പ. സുമിത്രയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് രഞ്ജിത ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുമിത്രയെ പരിഹസിച്ച് സുമിത്രയെ കളിയാക്കി അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചതാ. എന്തായാലും സുമിത്ര നല്ല മർമ്മത്തിനിട്ട് തന്നെ പണി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ സിദ്ധുവിനെയാണ് കാണിക്കുന്നത്. സിദ്ധു ആണെങ്കിൽ തൻ്റെ ശ്രീനിലയം തനിക്ക് ഏത് രീതിയിലാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കഥ അവിടെ ഇരുന്ന് മരുമകളോടും മകനോടും അവരോടൊക്കെ പറയുവാണ്. അപ്പോൾ അയാൾ ആ ഒരു പരമശിവൻ എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റെന്നും അവൻ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു എന്നും അവൻ തന്നെ ചതിച്ച് ശ്രീനിലയം കൈക്കലാക്കുകയായിരുന്നു, ശ്രീനിലയം തനിക്ക് നഷ്ടപ്പെട്ടു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ ഇവർക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ. ഇവരെല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുക. എങ്ങനെയാണ് അവൻ ശ്രീനിലയം തട്ടിയെടുത്തത്, സിദ്ധുവിൻ്റെ കൈകളിൽ നിന്നും എങ്ങനെ ശ്രീനിലയം നഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ സിദ്ധുവിൻ്റെ വിശ്വസ്തനായിട്ട് നിന്ന് സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും ശ്രീനിലയം അവൻ തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം സിദ്ധു പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി. എല്ലാവരും അങ്ങനെ ഞെട്ടലോടുകൂടി അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും സിദ്ധുവിനിപ്പോൾ ശ്രീനിലയം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സുമിത്ര എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും പറയുമായിരുന്നു തൻ്റെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് തനിക്ക് പല ദുരന്തങ്ങളും സംഭവിക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ അതുപോലൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. സുമിത്രയുടെ വാക്കുകളൊന്നും ഞാൻ അന്നും അംഗീകരിച്ചിരുന്നില്ല, പിന്നീടും അംഗീകരിക്കാൻ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. അതോടുകൂടി തൻ്റെ നാശം തുടങ്ങി എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സിദ്ധു ഇങ്ങനെ പറയാം. സുമിത്ര പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചാൽ മതിയായിരുന്നു എന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആകെ സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ അനന്യ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്വരമോള് ചാടിക്കയറി പറഞ്ഞു, ഇനിയിപ്പോൾ അച്ചമ്മയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ചമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരുന്നു എന്നോർത്ത് സങ്കടപ്പെടേണ്ട. കാരണം അച്ചമ്മ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചമ്മ പ്രശ്നത്തിന് വരില്ല, നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചേ. പെട്ടെന്ന് സുമിത്ര മരിച്ചു പോയ കാര്യം ഇവരോട് ഇരുന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തകർന്ന മനസ്സുമായിട്ട് ഇവരെല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുന്നു. സിദ്ധു ഇത് കേട്ടത് നടുങ്ങിപ്പോയി. സുമിത്ര മരിച്ചു എന്നുള്ള ഒരു വാർത്ത അത് കേട്ട സിദ്ധുവിൻ്റെ ആ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരിതായിരുന്നു. പിന്നെ സിദ്ധു എന്ന് പറയുന്ന വ്യക്തി സുമിത്ര എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇരുന്നിങ്ങനെ വാചാലനാവുന്നു. അവൾ എൻ്റെ 3 കുട്ടികളുടെ അമ്മയാണ്. അവളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അവൾ എന്നും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ അവൾ പറഞ്ഞ കാര്യങ്ങൾ, അവൾ ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം നമ്മുടെ സിദ്ധു അവിടെ പറഞ്ഞ് പെയ്ത് തീർക്കുവാണ്. അപ്പം സിദ്ധു ഇരുന്ന് ഇങ്ങനെ വാവിട്ട് കരയുന്നതും സുമിത്രയെക്കുറിച്ച് വാചാലനാകുന്നതും ഒക്കെ കേട്ട് നിസ്സഹായതയോടുകൂടി നോക്കിയിരിക്കാൻ മാത്രമേ അവിടെ നമ്മുടെ മരുമകൾ എന്നുള്ള നിലയിൽ ആണെങ്കിൽ പോലും അനന്യയ്ക്ക് കഴിയുന്നുള്ളൂ. കാരണം അനന്യ അതല്ല എന്നും അവിടെ മാറ്റി പറഞ്ഞാൽ തീർന്നു, എല്ലാം കൊണ്ടും എല്ലാം അവസാനിച്ചു എന്ന് അനന്യയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അനന്യ എന്ത് ചെയ്തു, അനന്യ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനോ ഒന്നിനും നിന്നില്ല. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞു. അങ്ങനെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ ആകെ തകർന്നിരിക്കുക. ഇനിയിപ്പോൾ തനിക്ക് ഒരിക്കലും ശ്രീനിലയം കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ആ ശ്രീനിലയം തനിക്ക് തിരിച്ചു പിടിക്കണം. സുമിത്രയുടെയും എൻ്റെ അമ്മയുടെയും രോഹിത്തിൻ്റെയും ഒക്കെ ഓർമ്മകളുള്ള അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയൊക്കെ ഓർമ്മകളുള്ള ആ ശ്രീനിലയം എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ സുമിത്രയുടെ പേരിലായിരുന്നല്ലോ ആ ശ്രീനിലയം. അത് എങ്ങനെയാണ് സിദ്ധു അവന് തട്ടിയെടുത്ത് കൊടുത്തത് എന്നുള്ള കാര്യം മാത്രം വ്യക്തമായിട്ടില്ല. അപ്പം അതിനെപ്പറ്റിയുള്ള ധാരണകൾ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നിട്ടുമില്ല. സിദ്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ മകൻ ദേഷ്യപ്പെട്ട് തന്നെ അവിടെ എങ്ങനെ ഇരിക്കുക. അനിരുദ്ധ ഇപ്പോഴും അച്ഛനോട് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ആകാത്ത രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് അനിരുദ്ധ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് സിദ്ധു ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞപ്പം ഇവിടെ താമസിക്കാൻ 2 ദിവസം കഴിഞ്ഞ് പോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും താൻ ഇവിടെ നിന്ന് പോകുകയാണെന്നും തനിക്കിങ്ങനെ ഇവിടെ താമസിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധു ഇങ്ങനെ അവിടെ നിന്ന് പടിയിറങ്ങും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുമിത്ര ഈ രഞ്ജിതയുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പുറം മാറി നിന്ന് മകളെ ഫോൺ വിളിക്കുക. അപ്പം മകളെ ഫോൺ വിളിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഈ രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വരും എന്നുള്ള കാര്യം പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവർ ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഈ അരവിന്ദൻ പുറകിൽ വന്ന് പാത്ത് നിന്നത് കേൾക്കുക.
അപ്പം മോളെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞാനും അമ്മയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങും എന്നുള്ള കാര്യം പറയണു മകളോട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സന്തോഷമായി അരവിന്ദന്. അച്ചമ്മയ്ക്ക് കുറഞ്ഞോ എന്ന് പൂജ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കുറഞ്ഞാലും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എന്താ അമ്മേ പ്രശ്നം, എന്തിനാ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിച്ചപ്പം ഇവിടെ പറ്റില്ലാത്ത പല പ്രശ്നങ്ങളും നടന്നു മോളെ, അതൊന്നും മോളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ത് സംഭവിച്ചാലും അമ്മയൊക്കെ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. സുമിത്ര ഫോണങ്ങ് കട്ട് ചെയ്തപ്പോൾ മോള് നാളെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് കേട്ട് സന്തോഷത്തോടെ അരവിന്ദൻ ഓടി ഭാര്യയ്ക്ക് മുന്നിലേക്ക്. അവിടെ ചെന്നിട്ട് ഭാര്യയോട് സന്തോഷത്തോടെ പറയും, അതേ സുമിത്രതയെ മോളെ വിളിച്ചു പറഞ്ഞു, പൂജയെ വിളിച്ചു പറഞ്ഞു, അവർ സരസ്വതിയും കൊണ്ട് നാളെ ഇവിടുന്ന് പോവുകയാണെന്ന്. അവൾ അങ്ങനെ പറഞ്ഞു? ആ, അവൾ പറഞ്ഞു. എന്തായാലും ഗുണമായി അല്ലേ രഞ്ജിതേ, അവളിവിടുന്ന് പോകുന്നു, നമുക്ക് രക്ഷയല്ലേ രഞ്ജിതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളിവിടുന്ന് പോകുന്നത് നല്ല കാര്യമൊക്കെയാണ്, പക്ഷെ നമ്മുടെ തലയായിട്ടാണ് അവളിന്ന് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. എങ്ങനെയെങ്കിലും ആ ഡയറിയെങ്കിലും ഒന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് ഞാൻ ശ്രമിക്കാം രഞ്ജിതേ, ഞാൻ നോക്കട്ടെ, എടുത്ത് മാറ്റാൻ പറ്റുമോയെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വക വർത്താനം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് കലി വന്നു. രഞ്ജിത അങ്ങ് പോയി. അവളെല്ലാം കൂടെ എൻ്റെ തലയിൽ വെച്ച് തന്നിട്ട് ഇരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് പുറപറ പറഞ്ഞുകൊണ്ട് അരവിന്ദൻ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജയും അതുപോലെ അപ്പവും തമ്മിൽ അടുക്കാൻ പാടില്ല, അവർ തമ്മിൽ പിരിയണം, അവർ തമ്മിൽ വഴക്കുണ്ടാക്കണം. ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ മകന് വേണ്ടിയിട്ട്, അതായത് കൂട്ടുകാരന് വേണ്ടിയിട്ട്, മകനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദീപു തയ്യാറെടുക്കുക. അപ്പോൾ അങ്ങനെ പങ്കജിന് വേണ്ടിയിട്ട് ജാരപ്പണി ചെയ്യുക എന്ന് തന്നെയാണ് പറയാം അതിന്. അപ്പുവിനെ വിളിച്ചു നിർത്തി അപ്പു അറിയുകയും കേൾക്കുകയും ചെയ്യാത്ത ഏതോ ഒരു സ്നേഹ എന്ന് പറയുന്ന പെണ്ണിൻ്റെ പേരും പറഞ്ഞ് അപ്പുവിനെ ആ പെണ്ണുമായിട്ട് എന്തോ ഇഷ്ടമുള്ള രീതിയിലാക്കി ഈ ദീപ് സംസാരിക്കുന്നു. അപ്പോൾ അത് യാദൃശികമായിട്ട് വരുന്ന നമ്മുടെ പൂജ കേൾക്കുവാട്ടോ. അപ്പോൾ പൂജ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയലോഗുകളൊക്കെ ആശാൻ ഇറക്കിയത്. പൂജ കൃത്യത്തിന് അത് കേട്ടോണ്ട് വന്നു. അത് കേട്ടോണ്ട് വന്നപ്പോഴത്തേക്കും പൂജ ആകെ ഞെട്ടിപ്പോയി, പൂജ ആകെ തകർന്നു പോയി. താൻ ജീവന തുല്യം സ്നേഹിച്ച അപ്പുവേട്ടൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ സ്നേഹം പറയാനൊരു അവസരം അത് നോക്കിയിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. അതൊക്കെ വല്ലാത്തൊരു എന്താ പറയുന്നത്, സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ ആകെ ഞെട്ടലോടുകൂടി അങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് അവിടെ നമ്മുടെ പൂജ. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവൾ, അതായത് ഈ സ്നേഹ എന്ന് പറയുന്ന പെണ്ണ് 3-4 കല്യാണം വരെ മുടക്കി നിനക്ക് വേണ്ടിയിട്ട് നീ പറയുന്നത് കേട്ടിട്ട് തുടങ്ങിയ രീതിയിലൊക്കെ അവിടെ നിന്ന് ആശാൻ ഇങ്ങനെ തട്ടി വിടുക. എന്താ ഇവർ തമ്മിൽ വഴക്കുണ്ടാവണം, അല്ലെങ്കിൽ ദീപു മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തന്നെ പങ്കജും പൂജയും തമ്മിൽ അടുക്കണം. ഇതാണ് ദീപു ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമല്ലേ മേടിച്ച കാശിന് നീതി കാണിക്കാൻ പറ്റൂ, ഇനിയും കാശ് മേടിക്കാനും പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി അടിപ്പൻ വിശേഷങ്ങളുമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.